ഗേറ്റിന് മുന്നിൽ ഈ പ്രവർത്തകർ വലിയ രീതിയിൽ തമ്പടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ശിവപ്രസാദ് അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാവുന്നതാണ്. ഇവിടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഇവിടെയുണ്ട്. PS സഞ്ജീവിനോട് ഈ വിഷയത്തിൽ പ്രതികരണം തേടാവുന്നതാണ്. നമുക്ക് അധികാരം താൽക്കാലിക വിഷയമാണോ ചൂണ്ടിക്കാണിക്കുന്നത്? എന്തുകൊണ്ട് മാറിയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അപ്പോഴും മറക്കുന്നു. ഏഷ്യാൻ ന്യൂസ് അത് മറക്കരുത്. എന്തുകൊണ്ട് മാറിയുന്നു? ആ ചോദ്യം പ്രസക്തമാണ്. മാറി നിൽക്കാൻ കാരണം എല്ലാ ക്രമവിരുദ്ധമായിട്ടുള്ള നടപടികൾ ശിവപ്രസാദ് എന്ന VC ഇവിടെ നടപ്പിലാക്കി. അതിനെതിരെ പ്രതിഷേധം നടത്തി. സിൻഡിക്കേറ്റിനോട് ആലോചിക്കാതെ, ഭരണസമിതിയോട് ആലോചിക്കാതെ തോന്നുമ്പടി കാര്യങ്ങൾ ചെയ്തു. താൽക്കാലിക VCക്ക് ഇതിനൊരു അധികാരമില്ല. ആ താൽക്കാലിക VCയെ തള്ളിക്കളഞ്ഞു, എടുത്ത് കളഞ്ഞു ഹൈക്കോടതി. തുടർന്ന് താൽക്കാലിക VCയെ തുടരണം. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? പുതിയ VC ഉടനടി നിയമിക്കണം. തയ്യാറാവുന്നില്ല. അടിയന്തരമായി ഇടതംഗങ്ങൾ അനുവദിക്കുന്നില്ല എന്നാണ് VCയും മറ്റുള്ളവരും പറയുന്നത്. അതിൻ്റെ കാരണക്കാരനാരാണ്? ആ ചോദ്യം പ്രസക്തമാണ്. അതിൻ്റെ കാരണക്കാരൻ ഈ പറഞ്ഞ VC ആണ്. തന്നിഷ്ടം കാണിച്ച് ഈ സർവകലാശാലയെ ഭരണപ്രതിസന്ധിയിലാക്കിയത് ഈ പറഞ്ഞ ആളുകളാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ശിവപ്രസാദ് എന്ന VC ഈ സർവകലാശാലയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞ സിൻഡിക്കേറ്റൊക്കെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. സിൻഡിക്കേറ്റിനെ കാറ്റിൽ പറത്തിയല്ല അദ്ദേഹം തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഒരു തീരുമാനവും പൂർണ്ണമായും RSS വൽക്കരണത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തില്ലേ? അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള അപ്പോൾ SFI പ്രവർത്തകർ കൂടുതൽ പേർ ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്തേക്ക് കടക്കാനുള്ള ശ്രമം മുന്നോട്ട് വെക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പല വഴികളിലായി പല മുള്ളുകമ്പികൾ അടക്കം കെട്ടിയിരിക്കുന്ന ആ വഴികളിലൂടെ മതിലുകൾ ചാടി പ്രവർത്തകർ പല ഇടങ്ങളിൽ നിന്നായി ഉള്ളിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു പരിധിവരെയെങ്കിലും ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഘട്ടം കടന്നുപോയിരിക്കുന്നു എന്ന് വേണം കാണാൻ. കാരണം നമുക്ക് കാണാൻ സാധിക്കും. ആ മുള്ളുകമ്പികളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിനെയൊക്കെ അവഗണിച്ചാണ് കൂടുതൽ വിദ്യാർത്ഥികൾ, പെൺകുട്ടികൾ അടക്കമുള്ള ആ വിദ്യാർത്ഥികൾ, SFI പ്രവർത്തകർ സർവകലാശാല കോമ്പൗണ്ടിൽ ഗേറ്റ് തുറന്നിരിക്കുന്നു. SFI പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിന്ന് ഉണ്ടും തള്ളും വാക്കേറ്റം എന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തിയിരിക്കുന്നു. കൂടുതൽ പ്രവർത്തകർ ഈ ഗേറ്റിന് പുറത്തു നിന്നവർ പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് ഉള്ളിലേക്ക് വരികയാണ്. സ്ഥിതി ആ പ്രവർത്തകരെ പിടിക്കുവാനുള്ളത്. പ്രവർത്തകർ ഉള്ളിലേക്ക് പോകുന്നു. പ്രധാന കവാടത്തിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് ചെയ്യുകയാണ്. പ്രധാന കെട്ടിടത്തിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് ചെയ്യുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കൂട്ട് തകർത്ത് കൂടുതൽ പ്രവർത്തകർ പ്രധാനപ്പെട്ട കെട്ടിടത്തിലേക്ക് സർവകലാശാലയിൽ ഇപ്പോൾ ക്യാമ്പസിനകത്തേക്ക് പ്രവർത്തകരെല്ലാവരും തന്നെ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഗോപാൽ, സർവകലാശാല ആസ്ഥാനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പല ഇടങ്ങളിലായി പല മേഖലകളിലായി പ്രവർത്തകർ ഉള്ളിലേക്ക് പോവുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. SFI സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡന്റുമാണ് ായിരിക്കുന്നു. SFI പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം സർവകലാശാലയുടെ പ്രധാനപ്പെട്ട കെട്ടിടത്തിലെ വരാന്തയിൽ തമ്മിൽ ഏറ്റുമുട്ടുന്നു പ്രവർത്തകർ. ദൃശ്യങ്ങളിൽ കാണാം. ചേംബറിലേക്കുള്ള സ്റ്റെയർ കേസിന് മുന്നിലാണ് ഇപ്പോൾ സംഘർഷം. പ്രവർത്തകർ പിന്നോട്ട് പോകാൻ തയ്യാറാവുന്നില്ല. വലിയ തരത്തിലേക്കുള്ള സംഘർഷമാണ്. SFI പ്രവർത്തകരും പോലീസും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഓരോരുത്തരും ഉള്ളിലേക്ക് കയറാനായി